നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ലക്ഷക്കണക്കിന് എയ്ഡ്സ് രോഗികളുടെ മരണത്തിന് കാരണമാകുമെന്ന് UN മുന്നറിയിപ്പ്. US പ്രസിഡന്റിന്റെ എയ്ഡ്സ് ദുരിതാശ്വാസ പദ്ധതി പ്രകാരമുള്ള എല്ലാ പദ്ധതികളും 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനും ട്രംപ് ഉത്തരവിട്ടിരുന്നു. ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ട്രംപ് USന്റെ വിദേശ സഹായത്തിന്റെ ഭൂരിഭാഗവും 3 മാസത്തേക്ക് മരവിപ്പിക്കാൻ ഉത്തരവിട്ട് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ട്രംപിന്റെ തീരുമാനം ലോകത്താകമാനം വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ തീരുമാനം പല രാജ്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പദ്ധതി പ്രകാരം എയ്ഡ്സ് മരുന്നുകൾക്ക് പിന്നീട് US ഇളവ് നൽകി. UNന് ഏറ്റവുമധികം ധനസഹായം നൽകുന്ന രാജ്യമാണ് US. UNന് മിക്ക ഫണ്ടുകളും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വഴിയാണ് ലഭ്യമാക്കുന്നത്. ഫൗണ്ടേഷൻ ഫോർ എയ്ഡ്സ് റിസർച്ചിന്റെ വിശകലനം അനുസരിച്ച് ട്രംപിന്റെ തീരുമാനം 2 കോടിയിലധികം HIV രോഗികളെയും 2.7 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെയും ബാധിക്കും. സഹായം നിലച്ചാൽ 5 വർഷത്തിനുള്ളിൽ മരണങ്ങൾ 10 ഇരട്ടിയായി വർദ്ധിച്ച് 6.3 ദശലക്ഷം ആകുമെന്ന് UN മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രോഗബാധിതർ 8.7 ദശലക്ഷമായി വർദ്ധിക്കുകയും ചെയ്യും. സഹായം നിർത്തലാക്കാനുള്ള തീരുമാനം ആഫ്രിക്കൻ രാജ്യങ്ങൾക്കാണ് ഏറെ തിരിച്ചടിയാവുക. 1961 US എയ്ഡ്സ് ദുരിതബാധിതരെ സഹായിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. പ്രതിവർഷം $40 ബില്യൺ സഹായമായി നൽകിയിരുന്നത്.